ഹലോ ആൾ. സോ ഇത് നമ്മളുടെ ബൂട്ട് സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 5 എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് പഠിച്ചില്ലേ? സിമ്പിൾ എയർ റെഫ്രിജറേഷൻ, ബൂട്ട് സ്ട്രാപ്പ് വിത്ത് ഇവാപ്പറേറ്റീവ്, റിഡ്യൂസ്ഡ് ആംബിയൻ്റ് എയർ, റീജനറേറ്റീവ് സിസ്റ്റം. അതിനകത്ത് ബൂട്ട് സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ് ഈ ചെയ്യുന്നത്. ഇത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മോഡിഫിക്കേഷൻസിൻ്റെ ഓരോ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ്. പിന്നെ അത് എപ്പോഴും ചോദിക്കുന്നില്ല, എല്ലാം ഭയങ്കര ലെങ്തി, ഓൾമോസ്റ്റ് ഒരു 1 hour എടുക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുകൊണ്ട് ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ഇത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു സിമിലർ പ്രോബ്ലം നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് കൂടെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓൺ ബൂട്ട്സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റം. സോ ലെറ്റ്സ് ഫസ്റ്റ് റൈറ്റ് ദി ഗിവൺ ഡേറ്റ. ഓക്കെ, സോ ക്വസ്റ്റ്യനകത്ത് ഈ ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ സ്കീമാറ്റിക് ഡയഗ്രാം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. സോ ലെറ്റ്സ് ഫസ്റ്റ് റൈറ്റ് ദി ഗിവൺ ഡേറ്റ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിനെ ടി എസ് ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്യാം. സോ ദിസ് ഇസ് എ ടി എസ് ഡയഗ്രാം. ആസ് ഐ ടോൾഡ് യു, എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇറ്റ് വുഡ് ബി ഇനഫ് ടു ഡ്രോ ദ ടി എസ് ഡയഗ്രാം. ദ പി വി ഡയഗ്രാം ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, unlike the Bell-Coleman cycle. Okay, so what is given? A bootstrap cooling system of 10 TR capacity. So what is this 10 TR capacity? It is a ton refrigeration and we generally call it by Q. Q is equal to 10 TR. Okay, is used in an aeroplane. Okay, fine. The ambient air temperature and pressure are 20 degrees Celsius and 0.85 bar respectively. So now we have to start naming it like P1, T1 and all that. So what do you think is given here? The ambient air represents the initial state of air condition. So that is the condition over here, ambient air, and it is often represented by condition number 1. And so you can write T1 is equal to 20 degrees Celsius, which you here itself convert into Kelvin. So that would be a 293 Kelvin. Okay, yes, so this is your T1. Now what would be pressure corresponding to the ambient air? That would be called the P1. Okay, P1 is equal to 0.85 bar. So let it be adile conversion avashyamilla. So we have taken this data, we have taken this data and this data. The pressure of air increases from 0.85 to 1 bar due to ramming. Ramming il endha sambhavikkunne? What is the second condition? Ramming nu parayumbol ഈ 1 എന്ന് പറയുന്ന എയർ ഇവിടേക്ക് വന്ന് റാം ചെയ്തതിന് ശേഷമുള്ള കണ്ടീഷന് വി കോൾ ഇറ്റ് 2 അല്ലേ? പെർഫെക്റ്റ്ലി ഐസെൻട്രോപ്പിക് ആണെങ്കിൽ പിന്നെ അതിനെ 2 എന്ന് തന്നെ വിളിക്കും. ഐസെൻട്രോപ്പിക് അല്ല എങ്കിൽ നമ്മൾ അതിനെ 2' എന്ന് വിളിക്കും. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. സോ ഫോർ ദ ടൈം ബീയിങ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് P2. അത് 2' ആക്കണമെന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. സോ ലെറ്റ്സ് റൈറ്റ് P2 ടു ബി 1 bar. Okay, so the P2 is 1 bar due to ramming action. അത്രയും മനസ്സിലായല്ലോ. അതായത് 0.85 ബാറിൽ നിന്ന് 1 bar പ്രഷറിലോട്ട് റാമിങ് കാരണം പ്രഷർ ഇൻക്രീസ് ആയി. The pressure of the air discharged from the main compressor is 3 bar. അതായത് 2 കഴിഞ്ഞിട്ട് പിന്നെ എയർ പോകുന്നത് മെയിൻ കംപ്രസറിലോട്ടാണ്. മെയിൻ കംപ്രസറിൽ പോയി ഇങ്ങനെ താഴത്തേക്ക് വരും, അതിങ്ങനെ വരും, ഇങ്ങനെ പോകും. ഓക്കെ, സോ ഈ മെയിൻ കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് 3. ഓക്കെ, പെർഫെക്റ്റ്ലി ഐസെൻട്രോപ്പിക് ആണെങ്കിൽ 3 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അത് 3' ആയിരിക്കും അല്ലേ? സോ അത് നമ്മൾക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്തെങ്കിലും ആ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ടോയെന്ന്. സോ P3 ഫോർ ദ ടൈം ബീയിങ് ഐ കോൾ ഇറ്റ് as P3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 bar. ഓക്കെ, 3 bar. അപ്പോൾ ആ ഡേറ്റയും യൂസ് ചെയ്തു. The discharge pressure of air from the auxiliary compressor, which is the auxiliary compressor here? എന്താ സംഭവിക്കുന്നത്? വേർ ഇസ് ദി ഓക്സിലറി കംപ്രസർ? ഇറ്റ്സ് ഓവർ ഹിയർ അല്ലേ? അപ്പോൾ ഓക്സിലറി കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് അല്ലേ? സോ 3 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പുറത്ത് പോകുമ്പോൾ ആ 3 എന്ന് പറയുന്ന എയർ കണ്ടീഷൻ 4 ആവുന്നുണ്ട്. 4 സെക്കൻഡറി കംപ്രസറിൽ കൂടെ വരുമ്പോൾ 5 ആകുന്നുണ്ട്. 5 ഇതിൽ കൂടെ പോയി 6 ആകുന്നുണ്ട് അല്ലേ? സോ ഇവിടെ പറഞ്ഞത് വെച്ചിട്ട് ഓൾമോസ്റ്റ് പറഞ്ഞു വരുന്നത് എന്താ? ഈ 5 അല്ലെങ്കിൽ 5' എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത്. സെക്കൻഡറി കംപ്രസറിനെയാണ് ഓക്സിലറി കംപ്രസർ എന്ന് പറയാം. അത് 4 bar. സോ ലെറ്റ്സ് ഫോർ ദ ടൈം ബീയിങ് കോൾ ഇറ്റ് as P5 is equal to 4 bar. ഓക്കെ,
The isentropic efficiency of each of the compressor is 80%. രണ്ട് കംപ്രസറിൻ്റെയും isentropic efficiency. This is the isentropic efficiency. Okay. Just efficiency അല്ല പറയുന്ന isentropic efficiency of compressor is equal to, there is lot of difference between what mechanical efficiency and isentropic efficiency. We'll go into it. So this is equal to 80%. Okay, രണ്ടിൻ്റെയും ഏതിൻ്റെയൊക്കെ മെയിൻ കംപ്രസർ, മെയിൻ ആൻഡ് ഓക്സിലറി കംപ്രസറിൻ്റെ. ഓക്കെ, ആൻഡ് ദെൻ അത് കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് ഓഫ് ടർബൈൻ. അപ്പോൾ ഈറ്റ ഐസെൻട്രോപ്പിക് ഓഫ് ടർബൈൻ, ടർബൈൻ്റെ എത്രയാണെന്ന് പറഞ്ഞാൽ 85% ആണ്. ഓക്കെ, അതും എഴുതി. So that is done. 50% of the enthalpy of air discharged from the main compressor is removed by the first heat exchanger. Okay, അപ്പോൾ first heat exchanger എത്ര being removed? It is equal to 50% removed, heat remove ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് 30% ഹീറ്റ് റിമൂവ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഡേറ്റയും തന്നിട്ടുണ്ട്. So 30% of the enthalpy of air discharged from the auxiliary is removed in the second heat exchanger using rammed air. Using ram air, assume ram air to be isentropic. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ പഠിച്ച ഗ്രാഫിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ഗ്രാഫായിരിക്കും ഇവിടെ കിട്ടുക. ബിക്കോസ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റാമിങ് ഐസെൻട്രോപ്പിക് ആവണം എന്നില്ല, അതുകൊണ്ട് അതിനൊരു ചെരിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഐസെൻട്രോപ്പിക് ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2' ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് 2 ഇറ്റ് സെൽഫ്. ഓക്കെ, റിക്വയർഡ് ക്യാബിൻ പ്രഷർ അതും കൂടി വരയ്ക്കുക. ക്യാബിൻ പ്രഷർ എന്ന് പറയുന്നത് 0.9 ആണ്. സോ ക്യാബിൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അല്ല, അപ്പോൾ അത് ഏത് പോയിൻ്റ് ആയിരിക്കും? ഈ ക്യാബിൻ പ്രഷർ 0.9 ബാർ എന്ന് പറയുന്നത് ഫൈനൽ, അതായത് 6 കഴിഞ്ഞ് 7. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 7, ആ 7 കഴിഞ്ഞിട്ട് ഒരു പോയിന്റില്ലേ ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പ്രഷർ. സോ ക്യാബിൻ പ്രഷർ P8 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 0.9 ബാർ. 0.9 bar. Okay, and then the temperature of air leaving the cabin not more than 20 degrees Celsius. So leaving the cabin എന്ന് പറയുമ്പോൾ വീണ്ടും അത് കണ്ടീഷൻ നമ്പർ 8 ആണ്. T8 എന്ന് പറയുന്നത് 20 degree Celsius, that is equal to 293 കെൽവിനേക്കാട്ടും കൂടാൻ പാടില്ല. ഓക്കെ, പിന്നെന്താ ഗിവൺ ഡേറ്റ? അപ്പോൾ ഇതെടുത്തു. Find the power required to operate the system. COP. Draw the schematic diagram. Temperature schematic and temperature entropy diagram. Oh, schematic diagram വരയ്ക്കണം. ഇതാണ് schematic diagram ട്ടോ. Okay, and the TS diagram. പിന്നെ എന്താണ്? Take gamma to be 1.4. നമുക്കറിയാം gamma is 1.4 and CP to be 1 kilojoule per kilogram Kelvin. ഓക്കെ, ഇത്രയും ഡേറ്റ ആണ് തന്നിട്ടുള്ളത്. നൗ ലെറ്റ്സ് ട്രൈ പ്ലോട്ടിങ് ദിസ് ഓൺ ദി ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഗ്രാഫുമ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എടുക്കാനുള്ള ഡേറ്റ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പ്രഷർ ലൈൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനകത്ത് ഏറ്റവും താഴെ വരുന്ന പ്രഷർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ഞാൻ പ്രഷർ ലൈൻസ് അല്ല നമുക്കൊരു റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. സോ ഏറ്റവും പ്രഷർ ലൈൻ വരുന്നത് ആംബിയൻറ്റ്. സോ ലെറ്റ് ദിസ് ബി ഏതാണ്? ആംബിയൻ്റ് എന്താ കണ്ടീഷൻ? 0.85 അല്ലേ? 0.85 ബാർ. ദിസ് ഈസ് കോൾഡ് P1. ഓക്കെ, പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നത്തെ കണ്ടീഷൻ എന്താ? ദി 1 ബാർ റാം ചെയ്തതിന് ശേഷം. സോ ദിസ് ഈസ് P2, 1 ബാർ. ഓക്കെ, അത് കഴിഞ്ഞാൽ മെയിൻ കംപ്രസറിൻ്റെ എത്രയായിരിക്കും? മെയിൻ കംപ്രസറിലോട്ട് പോയിട്ട് പിന്നെ 3 ബാറാണ് ആവണത്. സോ ദാറ്റ് ഇസ് P3 ആണോ P' ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് ബാർ തന്നെ അല്ലേ? 3 ബാർ. പിന്നെയുമുണ്ട് 4 ബാർ ആവുന്നുണ്ട് ഇല്ലേ? അതെത്ര? അത് P5 ആണ്. P5 4 ബാർ. ഓക്കെ, ഇനി ഒരു പ്രഷറും കൂടിയുണ്ട്. ആ പ്രഷർ ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാബിൻ പ്രഷർ. അപ്പോൾ ക്യാബിൻ പ്രഷർ എപ്പോഴും എവിടെയായിരിക്കും വരിക എന്ന് വെച്ചാൽ അതിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 0.9 ബാർ അല്ല, അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും വരിക. ഓക്കെ, 0.9 ബാർ. സോ ദിസ് ഈസ് യുവർ P8. ഓക്കെ, ഇനി നമ്മൾക്ക് പ്രോസസ്സസ് ഒന്ന് വരയ്ക്കാം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദിസ് പോയിൻറ്റ്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ വരയ്ക്കാം.
ഇവിടെ വരച്ചാൽ ശരിയാവില്ലേ? യെസ്. ആൻഡ് ദെൻ ഐ ഡ്രോ ഇറ്റ്. ഫസ്റ്റ് പ്രോസസ്സ് വരച്ചു. വാട്ട് ഈസ് ദിസ്? റാമിംഗ് പ്രോസസ്. സോ ഐ നെയിം ഇറ്റ് ആസ് 1, ഓക്കെ, ആൻഡ് ദിസ് ആസ് 2. ഓക്കെ, ഇതാണ് 2 റാമിംഗ് പ്രോസസ്സ്. ആ റാം ചെയ്തതിൽ ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് വേറെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കില്ല 2-ൽ നിന്ന്. ഇനി മെയിൻ കംപ്രസറിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വിൽ ബി 2 to ഇതിലോട്ട് പോകുന്ന പ്രോസസ്സ് ആയിരിക്കും. സോ ദാറ്റ് ക്യാൻ ബി മാർക്ക്ഡ് ആസ് 3. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിട്ടില്ല ഇത് ഐസെൻട്രോപ്പിക് ആണെന്നൊന്നും. സോ ദിസ് വിൽ നോട്ട് ബി 3, ദിസ് വുഡ് ബി 3'. ഇവിടെ ഒരു 3' ഉണ്ടായിരിക്കും. ഇതായിരിക്കും പ്രോസസ്സ്. ഇനി 3'ൽ നിന്ന് വാട്ട് ഹാപ്പൻസ് ഇസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് അല്ലേ. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ അത് ഐസോബാറിക് പ്രോസസ്സാണ് എപ്പോഴും കൂളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കംസ് ടു പോയിന്റ് നമ്പർ 4. 4-ന് 4' ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഐസോബാറിക് പ്രോസസ്സാണ്. ഫ്രം 4 ഇറ്റ് ഗോസ് ടു ദി സെക്കൻഡറി കംപ്രസർ. ഇപ്പോൾ സെക്കൻഡറി കംപ്രസറിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്? സെക്കൻഡറി കംപ്രസറിനകത്ത് ഇങ്ങനെ, സോ കുറച്ചും കൂടിയും നമുക്ക് 4-നൊന്ന് ഇത്തിരി ഇങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഫിഗർ ഇത് കിട്ടില്ല കറക്റ്റായിട്ട്. ലെറ്റ് ദിസ് ബി 4. ഇത് 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് ഐ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ലൈക്ക് ദിസ്. അപ്പോൾ എന്താ പ്രശ്നം? ഇത് 5 ആയിരിക്കും, പക്ഷേ ഐസെൻട്രോപ്പിക് ആണെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് 5' ഇവിടെ. ഓക്കെ, 5'. ഇനി വീണ്ടും എന്താ? സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് കിട്ടുന്ന പോയിന്റ് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി 6 അല്ലേ. 6-ന് വേറെ മാറ്റമൊന്നുമില്ല, ഐസോബാറിക് ആയിട്ടാണ് കൂളിംഗ് നടക്കുക, സെയിം ലൈനുമേലായിരിക്കും. പിന്നെ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിനെ താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ എവിടെ വരെ, എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും? ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്നത് ഏത് ടെമ്പറേച്ചറിലേക്കാണ്? 7 എന്ന് പറഞ്ഞാൽ ക്യാബിൻ പ്രഷറിൻ്റെ ടെമ്പറേച്ചറിലേക്കാണ് ഈ 7 വരുന്നത് അല്ലേ. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. 7 എന്ന് പറഞ്ഞാൽ ക്യാബിൻ പ്രഷറിലേക്ക് എത്തണം അത്. ഓക്കെ, സോ ഈ ക്യാബിൻ പ്രഷറിൻ്റെ ബ്ലൂവിനെ നമ്മൾക്കൊന്നുകൂടെ, ഇതാണ് നമ്മുടെ ക്യാബിൻ പ്രഷറിൻ്റെ ലൈൻ ട്ടോ. അവിടേക്കാണ് നമ്മളുടെ നെക്സ്റ്റ് 7 എത്തേണ്ടത്. 7 ഇത്രയും 0-ലേക്കൊന്നും എത്തില്ല, നമ്മൾ വരച്ചപ്പോൾ വന്ന തെറ്റാ. ഓക്കെ, ഇതാണ് 7. അത് 7 ആയിരിക്കുമോ? അല്ല, അത് ഐസെൻട്രോപ്പിക് ആണെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. സോ അതിനൊരു ചെറിയ ചെരിവുണ്ടായിരിക്കും. ആൻഡ് സോ ദിസ് വുഡ് ബി 7'. ഓക്കെ, ഈ പോയിൻ്റാണ് 7'. ഇനി എന്താ സംഭവിക്കുന്നത്? 7' എന്ന് പറയുന്നത് എന്തായി മാറും? ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞ് ടെമ്പറേച്ചറൊക്കെ ഒന്ന് കൂടിയിട്ട് എന്തായി മാറും? 8 ആയി മാറും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ഫിഗർ. ദിസ് ഇസ് ആ TS ഡയഗ്രാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിനകത്ത് ഇങ്ങനെ ഇത് വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇത് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ഫോർമുലാസ് മാത്രം ഉള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ എല്ലാത്തിനകത്തും ഈ സെയിം സംഭവം അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ ഹാവിങ് നോൺ ഓൾ ദിസ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അത് നമ്മൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. സോ 1 ഇസ് പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. ഈ പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം ഫോർമുല എന്താണെന്ന് വെച്ചാൽ P is equal to MA CP T3- minus T2 over 60. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഈ പവർ എവിടെ ആവശ്യം? കംപ്രസറിനകത്താണ്. കംപ്രസറിന് വെച്ചാൽ മെയിൻ കംപ്രസറിലാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. ഈ ഓക്സിലറി സെക്കൻഡറി കംപ്രസർ കണ്ടോ? കൂളിംഗ് ടർബൈൻ കറങ്ങുമ്പോൾ അതിൻ്റെ ഇടോട് കൂടിയിട്ടാണ് സെക്കൻഡറി കംപ്രസർ കറങ്ങുന്നത്. പക്ഷേ മെയിൻ കംപ്രസറിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും ഇനീഷ്യലി. ഓക്കെ, സോ മെയിൻ കംപ്രസറിന് എത്ര പവർ, അല്ലെങ്കിൽ മെയിൻ കംപ്രസറിൽ ഈ വരുന്ന എയർ കൊണ്ടുള്ള ഒരു ഇത് വേണം, പുഷ് വേണം. സോ ആ മെയിൻ കംപ്രസറിന് അത് എത്ര പവർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മെയിൻ കംപ്രസറിൻ്റെ പ്രോസസ്സാണ് 2, 3'. അപ്പോൾ അവിടെ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ വരുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? MACP ΔT ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ല, ആൻഡ് അല്ലല്ലോ. സോ ഇറ്റ് ഈസ് MACP T3- minus T2 over 60. വർക്ക് ഡൺ ബൈ ടൈം അത്രേ ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ അറിയേണ്ടത് MA എന്താണെന്ന് അറിയില്ല, T3- അറിയില്ല, T2 അറിയില്ല. T2 അറിയോ? ഐ തിങ്ക് T2 ഇല്ല, നമ്മൾക്കൊന്നും അറിയില്ല അല്ലേ.
ഇത്രയും ഈ ടെമ്പറേച്ചേഴ്സ് ഒന്നും അറിയില്ല, അതൊക്കെ കണ്ടുപിടിക്കണം. സോ എം എ കാണാനായിട്ടുള്ളൊരു ഫോർമുല, എം എ മാസ് കേട്ടോ, എം എ കാണാനായിട്ടുള്ള ഫോർമുല 3.5 Q ഓവർ സി പി ഇൻറ്റു T8 മൈനസ് T7 ഡാഷ്. ഇതായിരിക്കും എം എ കാണാനുള്ള ഫോർമുല. ഇത് നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തത്. അതായത് എത്ര ടൺ റെഫ്രിജറേഷൻ ആണോ മൊത്തത്തിലുള്ളത്, അതാണ് ഈ 3.5 Q എന്ന് പറഞ്ഞത്. നമ്മൾ അതിനെ കിലോ ജൂൾ പെർ സെക്കൻഡ് ആക്കാം. അത് ഡിവൈഡഡ് ബൈ 1 kg-നകത്ത് എത്രത്തോളം പ്രോസസ്സ് നടക്കുന്നുണ്ട്, എത്രത്തോളം ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? എവിടെയാണ് ഈ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്? ആ ക്യാബിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താ? 8-ൻ്റെയും 7-ൻ്റെയും ഇടയിൽ. അവിടെ എത്ര CP ഇൻറ്റു ഡെൽറ്റ ടി വന്നിട്ടുണ്ട്, അത് ടോട്ടലിനെ വെച്ച് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് യുവർ എം എ. ഇനി ഇത്രയും ഫോർമുലാസാണ് നമ്മൾക്ക് എം എയും പിയും കാണാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. നൗ മൈ സെക്കൻഡ് കാര്യം എന്താണ്? COP. ഓക്കെ, അപ്പോൾ COP കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ 3.5 Q. ഓക്കെ, അതായത് COP എന്താ? എത്രയാണോ റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. യെസ്, ദ വർക്ക് ഡൺ ഓൺ ദി കംപ്രസർ, ദാറ്റ് ഇസ് MACP T3 ഡാഷ് മൈനസ് T2. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നോക്കുകയാണെങ്കിൽ T3 ഡാഷ് T8 T7 ഡാഷ് T2 ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അത്രയാണ് അൺനോൺസ് ആയിട്ടുള്ളത്. സോ നമ്മൾക്കിപ്പോൾ T3 ഡാഷ് T2 ഒക്കെ കാണണം. അപ്പോൾ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ T3 ഡാഷ് കാണണമെങ്കിൽ ഇതിനകത്ത് കുറേ ഐസെൻട്രോപ്പിക് പ്രോസസ്സസ് എടുക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്താ? T1ഉം T2. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് T2 എന്തായാലും അറിയണമല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് ദി പ്രോബ്ലം നൗ. സൊല്യൂഷനകത്ത് സോ T2 ഓവർ T1 is equal to P2 over P1 whole to the power of gamma minus 1 by gamma. ഇത് യൂസ് ചെയ്തിട്ട് ഇതിലെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? T2 ഓവർ T1 എന്ന് പറയുന്നത് എന്താണ്? T1 എന്ന് പറയുന്നത് 0.85 അല്ല, T1 is 293. 293 is equal to എന്താണ്? P2ഉം P1ഉം. P2 and P1 is 1ഉം 0.85ഉം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് T2 കിട്ടും. T2 is equal to നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 306.8 കെൽവിൻ കിട്ടും. T2 കിട്ടി. അപ്പോൾ അത് കിട്ടി. T3 ഡാഷ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? പവർ കാണണമെങ്കിൽ MA വേണ്ട. MA വേണമെങ്കിൽ T8ഉം T7ഉം കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ഈ 3 ഡാഷും 2ഉം തമ്മിലുള്ള പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് 3 കിട്ടുക. പക്ഷേ എന്താ പ്രശ്നം? അത് ഐസെൻട്രോപ്പിക് അല്ല. അപ്പോൾ നമ്മൾക്ക് അവിടെ വേറെ എന്തെങ്കിലും ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിക്ക് ഒരു ഫോർമുല ഉണ്ട്. ഐസെൻട്രോപ്പിക് efficiency is equal to actual increase in temperature divided by isentropic increase in temperature. ഓക്കെ, ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് ആക്ച്വൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓവർ ഐസെൻട്രോപ്പിക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് മെയിൻ കംപ്രസറിൻ്റെ തന്നിട്ടില്ലേ? ഐസെൻട്രോപ്പിക് മെയിൻ കംപ്രസർ അതെത്രയാണ്? ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്താ? ശരിക്കും എവിടെ നിന്ന് എവിടേക്കാണ് മാറിയത്? T3 ഡാഷിൽ നിന്ന് T2, അതാണ് ആക്ച്വൽ ചേഞ്ച്. അതേസമയം എന്താണ് ഒറിജിനലി ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? T3 മൈനസ് T2 അല്ലേ? നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? മെയിൻ കംപ്രസറിൻ്റെ എത്രയാണ് പറഞ്ഞത്? 0.8. സോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? T3 ഡാഷ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഒരു കൺഫ്യൂഷൻ, ഒരു ചെറിയ തെറ്റുണ്ട്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആവുമ്പോൾ ഓക്കെ ഇത് നേരെ തിരിച്ചായിരിക്കും.
അതായത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഐസെൻട്രോപിക് divided by increase in temperature actual. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതും കൂടെ ഒന്ന് തിരിച്ചെടുക്കുകയാണ്. എവിടെയായിരിക്കും വരിക? ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു 0.8. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കിപ്പോൾ 2 അൺനോൺസ് ഉണ്ടായിരിക്കും. അല്ല, T3നെ കുറിച്ച് നമ്മൾക്കൊന്നും അറിയില്ല. അപ്പോൾ T3 അറിയില്ല, T3 ഡാഷും അറിയില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണം? T3യും T2യും തമ്മിലുള്ള റിലേഷൻ എന്താ? T3യും T2യും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ T3 ഓവർ T2, ഓക്കെ, ഇസ് ഈക്വൽ ടു P3 ഓവർ P2 ടു ദി പവർ ഓഫ് ഗാമ മൈനസ് 1 ബൈ ഗാമ. കറക്റ്റ് അല്ലേ? ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? T3 എത്രയാണെന്ന് കിട്ടും. സോ യു ഗെറ്റ് T3 ഇസ് ഈക്വൽ ടു 420.3 കെൽവിൻ. ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് യുവർ T3 ഡാഷ് ടു ബി 448.7 കെൽവിൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് T3 ഡാഷും കിട്ടി, T2വും കിട്ടി. ഓക്കെ, അത് 2 അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾക്ക് പവറിൻ്റെ ഇക്വേഷനിൽ ഇനി എമ്മയുടെയും കൂടി കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ T3 ഡാഷും കിട്ടി, T2വും കിട്ടി. ഓക്കെ, യെസ്. ഇനി നമ്മൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ T3 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി എന്താ? T7ഉം T8ഉം കൂടി കിട്ടണം. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പായി പോയി T5 കണ്ടുപിടിക്കണം, T6 കണ്ടുപിടിക്കണം. അതൊക്കെ കണ്ടുപിടിച്ചിട്ടേ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് അടുത്ത പ്രോസസ്സ് ഒരു കാര്യം അറിയാം. നമ്മൾക്ക് ഒരു 50% ഓഫ് ദ എൻതാൽപ്പി. സോ നമ്മൾക്ക് ഇനി കിട്ടേണ്ടത് ഈ എൻതാൽപ്പിയുടെ കാര്യമല്ലേ 50%, അത് വെച്ചിട്ട് T4 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, അതായത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞ് വരുമ്പോൾ T4 അല്ലേ, ദാറ്റ് വുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും എന്നറിയോ? 0.5 ടൈംസ്, അതായത് 50% ഓഫ് T3 ഡാഷ് ആയിരിക്കും. സോ നമ്മൾ 0.5, അങ്ങനെയാണ് ഈ എൻതാൽപ്പിയുടെ പെർസെൻറ്റേജ് നമ്മൾ ഡാറ്റയായിട്ട് യൂസ് ചെയ്യാം. 448.7. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 360.85 കെൽവിൻ കിട്ടും. ഓക്കെ, യെസ്. T4 കിട്ടി. T4 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അഗെയിൻ T5 ഓവർ T4 ഇസ് ഈക്വൽ ടു P5 ഓവർ P4 ടു ദി പവർ ഓഫ് ഗാമ മൈനസ് 1 ഓവർ ഗാമ. അങ്ങനെ ചെയ്യുമ്പോൾ T5 ഇസ് ഈക്വൽ ടു 391.5 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കും T5 കിട്ടിയോണ്ട് എന്താ കാര്യം? T5 കിട്ടിയോണ്ട് കാര്യമില്ല. നമ്മൾക്കറിയാം ഈറ്റ ഓഫ് കംപ്രസർ 2 എത്രയാണ്? 0.8 തന്നെയാണ്. അതെന്തായിരിക്കും? ഐസെൻട്രോപിക് ഇൻക്രീസ് ബൈ ആക്ച്വൽ ഇൻക്രീസ് T5 മൈനസ് T4 ഓവർ T5 ഡാഷ് മൈനസ് T4. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് എന്ത് കിട്ടും? T5 ഡാഷ് കിട്ടും. T5 ഡാഷ് ഇസ് ഈക്വൽ ടു 120. T5 ഡാഷ് ഇസ് ഈക്വൽ ടു 399.16 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ T5 ഡാഷ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് എന്താ? വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 30% എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30% പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയായിരിക്കും ബാക്കി കിട്ടുക? അതല്ലേ നമ്മൾക്ക് വേണ്ടേ? സോ T6 എന്ന് പറയുന്നത് വുഡ് ബി 30% പോയി, ബാക്കി എത്ര ഉണ്ടായിരിക്കും? 70% ആയിരിക്കും റിമൈനിങ്. 70 ടൈംസ് 399.16 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 361.3 കെൽവിൻ ആയിരിക്കും. ഓക്കെ, T6 കിട്ടി. ഇനി എന്താ പ്രോസസ്സ്? അടുത്തത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. സോ T7 ഓവർ T6 ഇസ് ഈക്വൽ ടു P7 ഓവർ P6 ഹോൾ ടു ദി പവർ ഓഫ് ഗാമ മൈനസ് 1 ഓവർ ഗാമ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് T7 ഇസ് ഈക്വൽ ടു 236 കെൽവിൻ എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ P7 P6 ഒക്കെ ഡയഗ്രാം നോക്കി മനസ്സിലാവുന്നുള്ളതിലാണ് കേട്ടോ. കാരണം ഓൾറെഡി 24 മിനിറ്റായി പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ T7 കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയാണ് ഒരു ചേഞ്ച് വരുന്നത്. നമ്മൾ ഇനി പോകുന്നത് ഈറ്റ ഐസെൻട്രോപിക് ഓഫ് ടർബൈനാണ് അല്ലേ? നമ്മൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. സോ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഈറ്റ ഐസെൻട്രോപിക് മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ നമ്മൾ
കംപ്രസർ ആവുമ്പോൾ ഡിവൈഡ് ചെയ്യും ചെയ്യും ആൻഡ് ടർബൈൻ ആവുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെ ഇവിടെ നേരെ തിരിച്ചായിരിക്കും വരാം. ഇവിടെ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ബൈ ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ആയിരിക്കും. ഐസെൻട്രോപ്പിക് ഇൻക്രീസ് ആയിരിക്കും. സോ ഇവിടെ വരുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ വിൽ ബി T6 minus T7 dash by T6 minus T7. This is equal to 0.85. ഇതിൽ നിന്ന് നമുക്ക് T7 dash കിട്ടും, that is equal to 254.8 Kelvin. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾക്ക് ആവശ്യമുള്ള T7 dash കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ആവശ്യം? ഇനി ഒരു T8 ആണ് അല്ലേ വേണ്ടത്. സോ T8 കിട്ടാനായിട്ട് ഇനി എന്ത് ചെയ്യാം? T8 ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയ ഡേറ്റയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം T8 293 Kelvin തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് T3 dash ഇനി ഫോർമുലാസിലേക്ക് നോക്കാം. T3 dash ആയി, T2 ആയി, MA കണ്ടുപിടിച്ചു, T8 അറിയാം, T7 dash കണ്ടുപിടിച്ചു, Q എത്രയോ റെഫ്രിജറേഷനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ വെച്ചിട്ട് പ്ലഗ് ഇൻ ചെയ്യുക, കണ്ടുപിടിക്കുക. ദെയർഫോർ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പവർ ഇസ് ഈക്വൽ ടു 130 കിലോവാട്ട് എന്നും ആൻഡ് COP ഇസ് ഈക്വൽ ടു 0.27 എന്നുമായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം കൂടി ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, ഞാനത് സോൾവ് ചെയ്ത് PDF അയച്ചു തരാം. ഓക്കെ.